ഹലോ ഗൈസ്, അങ്ങനെ ഫാമിലി വീക്കിൻ്റെ രണ്ടാമത്തെ ദിവസം എന്തായാലും ആദിലയുടെയും നൂറയുടെയും ഫാമിലി കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ ഒരു വാഗൊണ്ട് പറഞ്ഞെങ്കിൽ എനിക്കൊരു സമാധാനമുള്ളൂ. നമ്മളെ സീസൺ 4 ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായിട്ട് ഈ അടി കൂടി എന്താ പറഞ്ഞാൽ ചവിട്ടി ചീത്ത വിളിച്ച് ലാസ്റ്റ് പൂച്ചട്ടി എടുത്ത് അടിച്ചിട്ട് ബിഗ് ബോസിൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് പുറത്തു പോയ ജാസ്മിൻ മൂസയാണ് ആദില നൂറ ഫാമിലിയായിട്ട് അകത്തേക്ക് വന്നത്. കൂടെ ദിയാസന എന്ന് പറയുന്ന ഒരു വ്യക്തിയുമുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഇവരൊക്കെ ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ആദില നൂറയുടെ ഫാമിലിയെ കാത്തിരുന്ന നമ്മൾ പ്രേക്ഷകർ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും ഫാമിലി വീക്കിൻ്റെ രണ്ടാമത്തെ ദിവസം ആരുടെയൊക്കെ ഫാമിലിയാണ് വന്നതെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഡയറക്റ്റ് വന്ന് നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഞാൻ വരാം. ഫുള്ള് ഞാൻ അനിമോളുടെ ഒരു ലൈവ്, അനിമോളുടെ ഫാമിലിയൊക്കെ വന്നതിന് ശേഷം എല്ലാത്തിൻ്റെയും ഒരു ലൈവ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് ഞാൻ അനിമോളുടെ ഫാമിലി വരുമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്ബർ ഖാൻ, എൻ്റെ ഉമ്മയും അതുപോലെ തന്നെ വൈഫും വന്നു. രാവിലെ വന്നിട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ വന്ന ഫാമിലിയുടെ എല്ലാം ഷോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, പാട്ടായിട്ട് ഷോട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ജാസ്മിൻ മൂസയും അതുപോലെ തന്നെ ദിയാസനയും വന്ന എന്ന് പറഞ്ഞാൽ ആദില നൂറയുടെ ഫാമിലിയുടെ മ്യൂസിക് ഇടാനായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം അവരുടെ ഫാമിലി അല്ലല്ലോ. അവരുടെ LGBT കമ്മ്യൂണിറ്റിയുടെ പ്രസിഡൻറ്റിനെ വൈസ് പ്രസിഡൻറ്റിനെ ഒന്നും നമുക്ക് പാട്ടായിട്ട് ഇടാനായിട്ട് വലിയ താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഇടത്തില്ല. അക്ബർ ഖാൻ്റെ വരെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ അക്ബർ ഖാൻ്റെ വൈഫും അതുപോലെ തന്നെ ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അവർ അത്യാവശ്യം ക്ലൂ ഒക്കെ അക്ബറിന് കൊടുത്തിട്ടാണ് പോയത്. പിന്നെ ബിന്നിൻ്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ട്. പക്ഷേ ബിന്നിയുടെ ഹസ്ബൻഡ് പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ബിന്നി പിടിച്ച മുയലിന് 7 കൊമ്പെന്നുള്ള രീതിയിൽ, അല്ല 3 കൊമ്പെന്ന് പറഞ്ഞ രീതിയിലാണ് ബിന്നിയുടെ ഓരോ ആറ്റിറ്റ്യൂഡും. കാരണം ബിന്നിയുടെ ഹസ്ബൻഡ് ആ പയ്യൻ മാക്സിമം പറഞ്ഞു കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ബിന്നിയുടെ തലയിലോട്ട് അത് കയറുന്നില്ല കേട്ടോ. ബിന്നി കറക്റ്റ് കുത്തിത്തിരിപ്പും അതുപോലെ ഭയങ്കര ഈഗോ ഉള്ളൊരു പേഴ്സണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെക്കൻ തന്നെ പറയുന്നു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, അതുപോലെ പാത്രം തന്നെ അയാളാണ് കൊണ്ടുപോയി കഴുകുന്നതൊക്കെ. സ്വന്തം പാത്രം പോലും പ്ലേറ്റ് പോലും അയാളാണ് കൊണ്ടുപോയി കഴിയുന്നത്. അത് തന്നെയാണ് അവിടെ ചെയ്യുന്നതെന്നും പിന്നെ ഷൂട്ട് കഴിഞ്ഞ് വന്നാലോ ഒക്കെ ഫുഡ് ഉണ്ടാക്കി വെക്കുമെന്നും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഉച്ചക്കത്തെ ലഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാണ് ബിന്നി ഉണരുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഒരു നല്ല സ്വഭാവമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഞാനൊരു എന്താ പറയണേ, നിങ്ങൾ പലരും വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ കുലസ്ത്രീ പരിവേഷം അതോ മുതുക്ക് പരിവേഷം കൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കിങ്ങനെ തോന്നുന്നത്. പക്ഷെ എന്നാൽ പോലും ഇതൊരു നല്ല ഒരു ഗുണമായിട്ട് തോന്നില്ല. സ്വന്തം തിന്ന പാത്രമൊക്കെ കഴുകുന്നതും കഴിയിപ്പിക്കുന്നതും അത്ര നല്ല ഗുണമല്ല. പിന്നെ അതുപോലെ ഭർത്താവിനെയൊക്കെ ഇപ്പോൾ തന്നെ ഒരു ലൈവിൽ ഞാൻ കണ്ടു, നീ ഇങ്ങനെ ചിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഒരു ചോദിക്കുന്നതായിട്ട്. ഭർത്താവല്ലേ, ലൈവിലൊക്കെ അല്ലേ നമ്മളെ വീട്ടിൽ പറയുന്നതാണ്. കാരണം ലൈവിലൊക്കെ വന്നെന്ന് അതുപോലെ തന്നെ ഈ ഒരു ഷോയിലൊക്കെ വന്ന് പറയുന്ന മോശമല്ലേ ബിന്നി? ഒന്നുമില്ലെങ്കിൽ MBBS പഠിക്കാൻ പോയില്ലേ, പഠിച്ച് പാസ്സായെന്നൊന്നും ആർക്കും അറിയത്തില്ല. പലരും പറയുന്നത് പാസ്സായിട്ടില്ല എന്ന്. എന്നാലും ചൈന MBBS അല്ലേ, ഇന്ത്യയിലെ പഠിച്ചായിരുന്നു. FMCG എക്സാമൊക്കെ എഴുതി ഇന്ത്യയിലെ മെഡിക്കൽ കൗൺസിൽ അംഗീകാരമുള്ള പരീക്ഷയൊക്കെ എഴുതി പാസ്സായെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തെങ്കിലും ആവട്ടെ, അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്തായാലും നമ്മുടെ അവർ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ജാസ്മിൻ മൂസയും ദിയാസനയുമാണ് വന്നത്. ദിയാസനയും ജാസ്മിൻ മൂസയും ഒരുപാട് ക്ലൂ ഒക്കെ കൊടുത്തു. ദിയാസന ഒരുപാട് വഴി തെറ്റിക്കാൻ നോക്കി. അനുമോളോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ഒക്കെ വഴി തെറ്റിച്ചൊക്കെ നിവിൻ്റെയൊക്കെ പേര്, ജിസേൽ എന്നൊക്കെ പേരാണ് പറഞ്ഞിരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തൊക്കെ പറയുന്നു, അനുമോളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും ദിയാസന ചെയ്തിട്ട് പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും അനുമോളിന് വീണ്ടും കരച്ചിൽ കാർഡ് എടുത്തിട്ടുണ്ട്. കരച്ചിൽ എന്തിനാണ് ഈ കൊച്ചിങ്ങനെ വെറുതെ കരയുന്നത്? കാരണം എന്തായാലും ഇനി അമ്മ വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ സമാധാനമായിരുന്നു. നമ്മൾ ഇവിടുന്ന് വിഷമിക്കാനല്ലേ പറ്റൂ. ഇത് നന്നായിട്ട് കളിച്ചാൽ മതി. ഈ പിന്നെ ആദിലയുടെയും നൂറയുടെയൊക്കെ കൂട്ടുകെട്ട് മാറ്റി ഇൻഡിവിജ്വൽ പ്ലേ കളിച്ചെങ്കിൽ അത് നന്നായിട്ട് മുന്നോട്ട് പോകാനുള്ള പിന്നെ ഒരു കപ്പ് വാങ്ങിച്ചുകൊണ്ട് വരാനുള്ള ഒരു പെങ്കൊച്ച് ചുമ്മാ ഇടന്നാക്കുന്നു. എന്തെങ്കിലും ആവട്ടെ, ചുമ്മാ അനീഷിനോട് കടന്ന് ചൊറിയുന്നു. അതുപോലെ പിന്നെ എന്തായാലും ദിയാസനയും നമ്മുടെ ജാസ്മിൻ മൂസയും വളരെ നന്നായിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്തത്. ജാസ്മിൻ മൂസ ഈ ഹൗസിലേക്ക് വരുമ്പോൾ ഞാൻ വിചാരിച്ചു പൂച്ചട്ടിയൊക്കെ മാറ്റി വെക്കേണ്ട അവസ്ഥയൊന്നു. പക്ഷേ പഴയ ഒരു ജാസ്മിൻ മൂസയെ നമുക്ക് കാണാനേ സാധിച്ചില്ല കേട്ടോ. വളരെ കൂളായിട്ടുള്ള വളരെ മെച്യൂരിറ്റി ഉള്ള ഒരു ജാസ്മിൻ മൂസ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമല്ലേ. കാരണം 4ാമത്തെ സീസണല്ലേ, ഇപ്പോൾ 3 വർഷം കൂടി കഴിഞ്ഞു. അപ്പം ഇത്രയും സീസണിൽ കൂടി എന്തായാലും ജാസ്മിൻ മൂസ കുറച്ച് മെച്യൂർഡായി എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്ത് തന്നെയായാലും ജാസ്മിൻ്റെ സ്വഭാവവും ഇവിടെ വന്ന് ബിഹേവ് ചെയ്ത സ്വഭാവവും എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവരോടും അത്യാവശ്യം സംസാരിച്ചു. അതുപോലെ തന്നെ ലക്ഷ്മിനെ കെട്ടിപ്പിടിച്ചു. ഇവർ LGBT ഇവർ LGBT എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലോറി പിടിച്ച് LGBT കൂടി മറ്റുള്ളവരുടെ തോളെ കയറുന്ന ആൾക്കാരെന്നുള്ള ഒരു പരിവേഷമാണല്ലോ നമ്മുടെയൊക്കെ മൈൻഡിലുള്ളത്. പക്ഷേ ജാസ്മിൻ മൂസ വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്തു കേട്ടോ.
അതുപോലെ തന്നെ ദിയാസനെയൊക്കെ ഒരുപാട് ജാസ്മിൻ മോസ് ഭയങ്കര സത്യസന്ധതയായിട്ടുള്ള വ്യക്തിയായിട്ടാണ് എനിക്ക് എപ്പോഴും ആ ഹൗസിൽ തന്നെ ഫീൽ ചെയ്തേക്കുന്നത്. കാരണം അവർ പിന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് കപ്പും അതുപോലെ തന്നെ ജാസ്മീസ ഫസ്റ്റ് 2ാം സ്ഥാനവും ടോപ്പ് 2-ലും വരുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരു എന്താ പറയുക പൊട്ടത്തരം കൊണ്ട് പുറത്തു പോയി. അതുപോലെ തന്നെ ഡോക്ടറെയും പുറത്താക്കേണ്ടി വന്നതാണ്. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. വളരെ നന്നായിട്ട് ഗെയിം കളിച്ച് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ജാസ്മിൻ. അതുകൊണ്ട് പിന്നെ ജാസ്മിൻ എല്ലാം സത്യം പറയും. ജാസ്മിൻ ഒരുപാട് അവിടെ കള്ളം പറഞ്ഞിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോഴും അതുപോലെ തന്നെ ജാസ്മിൻ കുറച്ച് സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ദിയാസന ഒരുപാട് വഴിതെറ്റിക്കാൻ നോക്കിയിട്ടുണ്ട് അവിടെ കണ്ടസ്റ്റനെ, പ്രത്യേകിച്ചും അനുവിനെയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അനുവിനെ വഴിതെറ്റിക്കാനായിട്ട് അനിന് എന്താണ് ഇങ്ങനെ നിന്ന് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അനുവിനൊന്നും മനസ്സിലാവുന്നില്ല. നമ്പർ 1 നമ്പർ 2 ഒക്കെ ആരാണെന്ന് ഇപ്പോഴും മനസ്സിലായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ക്ലൂസ് കിട്ടി. തിരിച്ച് അക്ബറിൻ്റെ വൈഫും അമ്മയും ഉമ്മായും നല്ലതായിട്ട് ക്ലൂ കൊടുത്തു. ആരാണ് നമ്പർ 1 അനീഷുമായിട്ട് ഒട്ടി നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാനവാസ് ഇതെല്ലാം കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് കളിക്കരുത്, അവിടെ പോയിട്ട് ബീൻസ് ബാഗിൽ ഇരിക്കരുത് എന്നൊക്കെ അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാട്ടുകൾ പാടണം, പാരഡി മാത്രം പാടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ബിന്നിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ബിന്നിയുടെ ഹസ്ബൻഡ് പാവം പിടിച്ച മനുഷ്യൻ, അയാളാണെങ്കിൽ മാക്സിമം ഓരോ കാര്യങ്ങളും പറയാൻ നോക്കി. പക്ഷേ ബിന്നിയുടെ തലയിലോട്ട് കയറുന്നില്ല. ബിന്നിക്ക് എല്ലാം ന്യായീകരണമാണ്. ബിന്നി ഭയങ്കര ഈഗോയിസ്റ്റ് പേഴ്സൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളൊരു വളരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ നിർത്തിയിട്ട് പോവണം. ഈ 3 ദിവസമൊക്കെ അതിന് 7 ദിവസം നിൽക്കണമായിരുന്നെങ്കിൽ അയാളുടെ അവസ്ഥ എന്തായാലും. ഇപ്പം തന്നെ അയാൾ മടുത്തു. കാരണം പിന്നീട് ഓരോ ആറ്റിറ്റ്യൂഡും സംസാരങ്ങളും ഒന്നും നമുക്ക് തന്നെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ചെറുക്കനാണെങ്കിൽ ചുമ്മാ ഇല്ല ചിരിച്ച് കാണിക്കുവാണ്. ഒരു കാര്യമില്ലാതെ കുറച്ച് നേരത്തെ അനീഷിനോട് വഴക്കിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഹൗസിനുള്ളിൽ നടന്നത്. ഇപ്പം നമ്മുടെ സാബുമാൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അച്ഛൻ എന്തോ വയ്യായി ഉണ്ട് കേട്ടോ. പണ്ട് സൗദിയിൽ വെച്ച് ആക്സിഡൻറ്റ് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കാലിന് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ടാസ്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദില നൂറയ്ക്ക് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. കുറേ നേരം ടാസ്കൊക്കെ ചെയ്ത് എന്തായാലും ടാസ്ക് കഴിഞ്ഞതിന് ശേഷമാണ് ആദില നൂറയുടെ പ്രിയ സുഹൃത്തുക്കളായ LGBT കമ്മ്യൂണിറ്റിക്കാരെ കണ്ടത് കേട്ടോ. LGBT എന്ന് തന്നെ പറയണമല്ലോ. അപ്പോൾ എന്തായാലും പിന്നെ സാബുവിൻ്റെ അച്ഛനുമ്മ വന്നിട്ടുണ്ട്. അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. ഞാൻ അതിനെക്കുറിച്ചിട്ട് ഷോട്ടിടാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ലൈവിലെ വിശേഷങ്ങൾ. കൂടുതൽ വലിയ വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ ഒരു അടി നടന്നു. ബിന്നിയും നമ്മുടെ അനീഷും തമ്മിലൊരു അടി നടന്നു. പഴയ കിച്ചൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ടാണ്. എന്തായാലും ഫുഡ് ഉണ്ടാക്കുന്ന വെജിറ്റേറിയൻ ഫുഡ്, നമ്മുടെ വെജിറ്റേറിയൻ ഫുഡൊന്നും ഈ കൊണ്ടുവന്നൊരു ഫാമിലി വീക്കിലെ ഫുഡ് കൊണ്ടുവന്നിട്ട് വെജിറ്റേറിയൻ ഫുഡ് ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജിസേൽ പട്ടിണിയായി. അതുകൊണ്ട് ജിസേലിന് ഫുഡ് ഉണ്ടാക്കാനുള്ള അവസരം നമ്മുടെ കിച്ചൺ ടീം ക്യാപ്റ്റനായ അനീഷ് കൊടുത്തു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പിന്നെ അനുമോളാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. അനുമോൾ സൂപ്പർവൈസ് ചെയ്യാതെ അനുമോൾ അറിഞ്ഞിട്ടില്ല ഫുഡ് പിന്നെ വെജിറ്റേറിയൻ ഫുഡ് ജിസേൽ കറി ഉണ്ടാക്കുന്നവർ അനുമോൾ അറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ട് ബിന്നി വന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാനാണ് കിച്ചൺ ക്യാപ്റ്റൻ. ഞാൻ പറഞ്ഞു അത് മാത്രമല്ല ഞങ്ങൾ 3 പേരുണ്ട്, ഞാനും അക്ബർ ഒനിയൽ ഇവിടെ ഉണ്ടായിരുന്നു. അതിന് അനുമോൾ എന്തിനാണ് അറിയുന്നത്, അനുമോൾ അല്ല ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു. അങ്ങനെ ഭയങ്കര സംസാര വിഷയമായി. ഭയങ്കരമായിട്ട് കഴിഞ്ഞ കിച്ചൺ ടീമിൻ്റെ കണക്കല്ല, കഴിഞ്ഞ കിച്ചൺ ടീം പഞ്ചസാരയില്ലായിരുന്നു. അതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ രാജിവെച്ച് പോയി. ഈ കിച്ചൺ ടീം അങ്ങനെയല്ല. അപ്പോൾ പറയുന്നത് ഫാമിലി വീക്കിൽ ഫുഡ് കിട്ടിയത് കൊണ്ടാണെന്ന്. അപ്പം അനീഷ് പറഞ്ഞു അങ്ങനെയല്ല, ഞാനത് കറക്റ്റ് മാനേജ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ അറിഞ്ഞില്ലല്ലോ ഈ ഫാമിലി വീക്കാണെന്ന്. അപ്പോൾ തന്നെ പഞ്ചസാര ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേത് പഞ്ചസാര പൂട്ടി വെച്ചിട്ട് ലാസ്റ്റ് കിട്ടിയില്ല. ഇവിടെ പഞ്ചസാര വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ ലൈവിൽ. ഗൈസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.